തലശ്ശേരി നഗരസഭാ പരിധിയിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുന്നതിന് ഷാഫി പറമ്പിൽ MP റെയിൽവേ അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തി. ഒരു മഴ പെയ്താൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറി പ്രയാസം സൃഷ്ടിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച നടത്തിയത്. DRMുമായി സംസാരിച്ച് ഓവുചാലുകളിലെ ചെളി നീക്കം ചെയ്യാനുള്ള അനുമതി നഗരസഭാ അധികൃതർക്ക് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് MP മാധ്യമങ്ങളോട് പറഞ്ഞു. ഒരുപാട് വേസ്റ്റും സോളിഡ് വേസ്റ്റും അതുപോലെ തന്നെ കുപ്പി പ്ലാസ്റ്റിക് എല്ലാം നിറഞ്ഞ് മരക്കഷ്ണങ്ങളൊക്കെ ഉണ്ട് നിറഞ്ഞ് അത് ക്ലീൻ ചെയ്യാതെ ഇവിടുത്തെ വെള്ളം ഡ്രെയിൻ ഔട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇപ്പോൾ റെയിൽവേ ഉദ്യോഗസ്ഥരും എഞ്ചിനീയറും ഒന്നിച്ച് മുനിസിപ്പാലിറ്റിയിലെ നമ്മുടെ കൗൺസിലർമാർ ജനപ്രതിനിധികൾ ഒന്നിച്ച് സംദർശിച്ചു. DRMുമായിട്ട് ഇപ്പോൾ ഇവിടുന്ന് സംസാരിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അത് നീക്കം ചെയ്യാനുള്ള പെർമിഷൻ മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കണം എന്നുള്ളത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. DRM ഉടനെ തന്നെ അതിലൊരു തീരുമാനം എടുക്കാം. ഹിറ്റാച്ചി ഉപയോഗിച്ച് നിലവിലെ വേസ്റ്റ് എല്ലാം അവിടുന്ന് മാറ്റിയാൽ തന്നെ അതെല്ലാ സീസണിലും ചെയ്യേണ്ടതാണ്. അത് മാറ്റിയാൽ തന്നെ അവിടുന്ന് വെള്ളം കുറച്ചെങ്കിലും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, റെയിൽവേയുടെ ഇവിടുത്തെ വികസനത്തിന്റെ രണ്ടാം ഘട്ടം നേരത്തെ അമൃത് ഭാരത് സ്കീമിന്റെ പ്രകാരമായിട്ട് നടന്ന വർക്കിന്റെ ബാക്കി സ്കീമിന് ഏതാണ്ട് ഒരു 4-4.5 കോടി രൂപയുടെ ഒരു എസ്റ്റിമേറ്റിന് അപ്രൂവൽ ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സ്റ്റേഷനെ ഉയർത്താനുള്ളത് ഉയർത്തുകയും ബാക്കി ചെയ്യേണ്ട വർക്കുകൾ നടത്തുകയും ഒപ്പം ഒരു ഡ്രെയിൻ ഈ അറ്റം മുതൽ അറ്റം വരെ ഒരു ഡ്രെയിൻ കണക്ട് ചെയ്യാനുള്ള വർക്കും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രൊപ്പോസലാണ് കൊടുത്തിട്ടുള്ളത്. ജൂലൈ മാസം ആകുമ്പോഴത്തേക്കും അതിന്റെ ടെൻഡർ നടപടിയിലേക്ക് കടക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. റെയിൽവേ പരിസരത്തുകൂടി കടന്നുപോകുന്ന ഡ്രൈനേജുകൾ അടഞ്ഞതാണ് നഗരത്തിലെ വെള്ളക്കെട്ടിന് കാരണമായത്. പ്ലാസ്റ്റിക് കുപ്പികളും മറ്റു മാലിന്യങ്ങളും തടിക്കഷ്ണങ്ങളും വന്ന് നിറഞ്ഞ് പ്രദേശത്തെ ഓവുചാലുകൾ മൂടപ്പെട്ട സാഹചര്യമാണുള്ളത്. റെയിൽവേ ഉദ്യോഗസ്ഥരും എഞ്ചിനീയറും നഗരസഭാ കൗൺസിലർമാരും ചേർന്ന് വെള്ളക്കെട്ടിന് കാരണമായ സ്ഥലം സന്ദർശിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തു. ഹിറ്റാച്ചി ഉപയോഗിച്ച് നിലവിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്താൽ തന്നെ ഒരു പരിധിവരെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ സാധിക്കുമെന്ന് MP അഭിപ്രായപ്പെട്ടു. അമൃത ഭാരതി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4.5 കോടിയോളം രൂപ ചെലവിൽ തലശ്ശേരി റെയിൽവേ സ്റ്റേഷന് നടത്തിവരുന്ന വികസനത്തിന്റെ രണ്ടാം ഘട്ടം ജൂലൈ മാസത്തോടെ ടെൻഡർ ചെയ്യുമെന്ന് MP പറഞ്ഞു. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഡ്രൈനേജ് ഉൾപ്പെടുത്തിയുള്ള പ്രപ്പോസലാണ് കൊടുത്തിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതോടൊപ്പം നഗരസഭാ പ്രദേശത്തും സ്വകാര്യ മേഖലകളിലെയും കൂടി കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ ഓവുചാലുകൾ കൂടി പരിഹാരം കണ്ടെത്താൻ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കുമെന്നും ഡ്രൈനേജുകൾ ക്ലീൻ ചെയ്യാനുള്ള അനുമതി DRM ഉടൻ നൽകുമെന്നും MP കൂട്ടിച്ചേർത്തു. MP അരവിന്ദാക്ഷൻ, സജീവ് മാറോളി, CKP മമ്മു, PO റാഫി ഹാജി, M നസീർ, സുധീർ ബാബു, ഷഹബാസ് കായ്യത്ത്, ഷാഹിദ് മാഹി, സൈനുദ്ദീൻ കായ്യത്ത്, മൻസൂർ, M നസീർ, NC അഹമ്മദ്, നഗരസഭാ കൗൺസിലർമാരായ മുസൈറ കരിയാടൻ, സെറീല, ഷാലിമ, ഷഹനാസ്, സമീറ തുടങ്ങിയവരും വെള്ളക്കെട്ട് സ്ഥലം സന്ദർശിച്ചു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.